ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്കെല്ലാം ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊക്കെ കിച്ചണിൽ രാവിലെ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. തലേദിവസം അരച്ച് വെച്ചു അങ്ങനെയൊക്കെ ഒത്തിരി സമയം നമ്മൾ കളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ ഈസി ആയിട്ട്, അതായത് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തീരാനുള്ള കുറച്ച് ഐഡിയകളാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഒരു 3-4 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കാണിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. തന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ പുട്ട് തന്നെയാണ് കേട്ടോ. എല്ലാവരും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ പുട്ടെന്ന് പറയുന്നത്. അപ്പോൾ പുട്ട് ഞാൻ ഇന്ന് റാഗിപ്പുട്ടാണ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ അരിപ്പൊടിയിലും വെച്ച് പുട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ റാഗിപ്പൊടി എടുത്തതേ ഉള്ളൂ. അത് നമ്മൾ നോർമലി ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് പൊടി പോലെ കുഴച്ചെടുക്കുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ ഇതില്ലേ അപ്പച്ചമ്പ്, അതിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ ഈ ചിരട്ട പുട്ട് മേക്കറിലോ അല്ലെങ്കിൽ സാധാരണ പുട്ട് മേക്കറിലോ ആണെങ്കിൽ കുറ്റിയില്ലേ, അതിലൊക്കെ ആണെങ്കിൽ എത്ര സമയം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. അപ്പോൾ അതിനായിട്ട് അപ്പച്ചമ്പ് നമ്മൾ വെള്ളം എടുത്തിട്ട് സ്റ്റൗ കത്തിച്ച് വെച്ചു. എന്നിട്ട് അതിൻ്റെ ആ ഫസ്റ്റ് തട്ട് നമ്മളങ്ങോട്ട് ഇങ്ങനെ കമത്തി ഇങ്ങനെ വെച്ചു. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് സ്റ്റീം വരട്ടെ. അതിന് ശേഷം സ്റ്റീം വന്നിട്ട് നമ്മൾ തുറന്നിട്ട് ഇതുപോലൊരു തട്ട് പാത്രം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ നമ്മുടെ ആവശ്യത്തിനിടുക. തേങ്ങ എത്രയേറെ ചേർക്കുന്ന അത്രയും ടേസ്റ്റ് ആണല്ലോ പുട്ടിന്. അപ്പോൾ തേങ്ങ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പൊടി, ഇത് അരിപ്പൊടി ആയാലും ഗോതമ്പ് പൊടി ആയാലും റവ ആയാലും എങ്ങനെയായാലും നമുക്ക് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ റാഗിയുടെ പൊടിയാണെന്നേ ഉള്ളൂ. അപ്പോൾ പൊടി ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ലെയറായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്കിത് സ്റ്റീമായി കിട്ടാനും എളുപ്പമാണ്. അല്ലാതെ നമ്മളിങ്ങനെ കുന്നുപോലെ കൂട്ടിച്ചിലർ വെക്കുന്നതാണ്. അങ്ങനെ വെച്ചാൽ ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ശരിക്കും വെന്ത് കിട്ടത്തുമില്ല. ഇങ്ങനെ ലെയറായിട്ട് നിരത്തി അങ്ങ് ഇടുകയാണെങ്കിൽ നന്നായിട്ട് സ്റ്റീം ആവുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് ആയി കിട്ടും. അപ്പോൾ വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി തന്നെയല്ല, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് ഇത്രയും പുട്ട് ഏകദേശം 4-5 പേർക്ക് കഴിക്കാനുള്ള പുട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കറി വേണമെങ്കിൽ കറിയോ പഴമോ എന്ത് വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കറി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ പുട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പുട്ട് വെച്ചതിന് ശേഷം വേറെ കിച്ചണിൽ എന്തോരം ജോലികളുണ്ട്, ബാക്കി ജോലികൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ചിരട്ടപ്പുട്ടൊക്കെ ആണെങ്കിൽ എത്ര സമയം എടുത്തും പിടിച്ചും ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇങ്ങനെ ഈ രീതിയാകുമ്പോൾ നമുക്ക് പുട്ട് വെച്ചിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട, 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്താൽ മതി. അടുത്ത ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മുടെ ഒറോട്ടിയാണ് ചെയ്യുന്നത്. ഒറോട്ടി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. ചിലയിടത്ത് റൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് അത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാരണം അളവൊന്നുമില്ല, അങ്ങനെ നമുക്കറിയാമല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ ചെറിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകമൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങയും ഏറെ ചേർക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതൊരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു ഇളം മധുരത്തിന്. അപ്പോൾ ആ ഒരു പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ടല്ല, കുറച്ച് കട്ടിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഞാൻ നമ്മുടെ ഇരുമ്പിൻ്റെ ദോശക്കല്ല് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇരുമ്പിൻ്റെ ദോശക്കല്ലിലൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം, അപ്പം കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ അല്പം ഇങ്ങനെ കൈ മുക്കിയിട്ട് വേണം ഇങ്ങനെ പരത്തി കൊടുക്കാനായിട്ട്. ഇതുപോലെ വെള്ളത്തിൽ കൈ മുക്കി കുറച്ചായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കനം കുറച്ചിട്ട് പരത്തുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ലപോലെ മുരിഞ്ഞും കിട്ടും. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ഓയിൽ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി നന്നായിട്ട് തിരിച്ചിട്ട ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തി റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു 4-5 എണ്ണമാണ് റെഡിയാക്കുന്നത്. ഇതാകുമ്പം ഒരെണ്ണം കഴിച്ചാൽ മതി, കുഞ്ഞു മക്കൾക്കൊക്കെ വയറ് നിറയും കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കും കൂടിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിന് തന്നെയല്ല, നമുക്ക് ഈവനിങ്ങിലും ഉണ്ടാക്കാം. ഇതിന് പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്. ഇനി അഥവാ കറി വേണമെന്നുള്ളവർക്ക് കടലക്കറിയോ ചിക്കൻ കറിയോ, ഇല്ലെങ്കിൽ നമ്മൾ ദോശക്കൊക്കെ അരയ്ക്കുന്ന തേങ്ങാ ചമ്മന്തി ഇല്ലേ, അതായാലും മതിയെ. ഇനിയിപ്പോൾ മുളക് ചമ്മന്തി ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ടേസ്റ്റ് ഈ ഒരു ഒറോട്ടിക്ക് മുളക് ചമ്മന്തിയാണ്.
ഇനി നമുക്ക് അടുത്ത ഒരു നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ അരിയൊന്നും കുതിർക്കുകയോ ഒന്നും വേണ്ട. രാത്രി ഒരു 9:30 മണിയായപ്പോഴാണ് ഞാനിത് ചെയ്ത് വെക്കുന്നത്. ഒരു 3-4 കപ്പ് നമ്മുടെ ഈ വറുത്ത അരിപ്പൊടിയില്ലേ, പച്ചരിപ്പൊടി, അതാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറും 2 ചുവന്നുള്ളിയും 2 കുഞ്ഞല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ചെറിയൊരു മധുരത്തിനായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൽ താഴെ നമ്മുടെ ഈസ്റ്റ് ഇല്ലേ, ആ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചങ്ങ് അരച്ചെടുക്കാം. രാത്രി ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചാൽ മതി കേട്ടോ. അരി കുതിർക്കുകയോ അങ്ങനെയൊന്നും വേണ്ടല്ലോ. ഈ ഒരു അപ്പത്തിന് നമ്മൾ അരി കുതിർക്കുക അങ്ങനെയൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ തേങ്ങയും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു അപ്പം റെസിപ്പിയാണ്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തേക്കും തേങ്ങ ചേർക്കാത്തതിൻ്റെ ആ ഒരു കുറവൊക്കെ പൊക്കോളും. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനിയിപ്പം നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇനിയിപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇത് തുറന്ന് നോക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഫെർമെൻ്റായി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന പോലെ ദോശക്കല്ലിൽ ഞാൻ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അപ്പമൊക്കെ നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റ്. ഇതുപോലെ ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ദോശക്കല്ല് നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ച് പതുക്കെ ഒന്ന് ചെറിയൊരു റൗണ്ടാക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് പരത്തി കൊടുക്കേണ്ട വെള്ളയപ്പത്തിന്. അപ്പോൾ ഈ ഒരു കനത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തിരിച്ചിടുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെള്ളയപ്പം റെഡിയായി. ഇനി നമുക്ക് ബാക്കിയും കൂടെ ചുട്ടെടുക്കാം. വെള്ളയപ്പം റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. രാത്രി ഒരു 9:30 ആകുമ്പോൾ നമുക്ക് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ അരി കുതിർക്കണ്ടല്ലോ, പിന്നെ എന്നാ നമുക്ക് തേങ്ങ ചേർക്കണ്ട. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ കണ്ടില്ലേ, നമ്മുടെ അടുത്ത അപ്പം റെഡിയായി. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചുട്ടെടുത്തു. കണ്ടോ, നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ ആവശ്യത്തിന് മാത്രം ചുട്ടെടുത്തിട്ട് ബാക്കി നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാക്കാനോ ആയിട്ട് ബാക്കിയുള്ള മാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ സ്റ്റൂ ആണ് റെഡിയാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. ഈ ഒരു സ്റ്റൂവിൻ്റെ കൂടെ ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഒരുപാട് സമയം നിന്ന് മടുത്തു പോകാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇടിയപ്പമാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം അരിപ്പൊടിയിലേക്ക്, വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്, വറുത്ത അരിപ്പൊടിയിലേക്ക് നന്നായിട്ട് തിളച്ച് ഉപ്പ് ചേർത്ത വെള്ളമാണ് കേട്ടോ. ഉപ്പും കുറച്ച് നെയ്യും ചേർത്ത വെള്ളമാണ്. നല്ലപോലെ തിളച്ചതിന് ശേഷം ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കുക. ശേഷം നമ്മളിതാ ഇതുപോലെ വാഴയില നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാഴയിലയിലേക്കാണ് നമ്മൾ തേങ്ങ ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടിയപ്പം പിഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ വാഴയിലയിലേക്കാകുമ്പോൾ നല്ല അത്യാവശ്യം വലിപ്പത്തിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരു 5-6 എണ്ണം ഉണ്ടാക്കിയാൽ മതി. വാഴയിലയിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഐഡിയ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇഡലി തട്ടയിലാകുമ്പോൾ ഓരോന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തെടുക്കാൻ എത്ര നേരം എടുക്കും. ഇതാകുമ്പോൾ ഒരു 5-6 എണ്ണം ഉണ്ടാക്കിയാൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാം. മക്കൾക്കൊക്കെ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയാലുണ്ടല്ലോ, നമ്മുടെ അപ്പച്ചമ്പിൻ്റെ ആ തട്ടൊക്കെ കഴുകാനും എളുപ്പമാണ് കേട്ടോ. അധികം ഒന്നും അതേലാവില്ല. ഇടിയപ്പത്തിന് നമുക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ കൂട്ടി കഴിക്കാം. അതുപോലെ തന്നെ കറി ഇഷ്ടമില്ലാത്തവർക്ക് ചിലർക്ക് പഴം കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഇടിയപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം, നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഈ 4 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഈസി ആയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക.